ശ്രീ AK അഷ്റഫ് അങ്ങേക്ക് 8 മിനിറ്റ്. സർ, ധനവിനിയോഗം നീതിയുക്തമായി നടത്താത്ത ഈ സർക്കാരിൻ്റെ ധനാഭ്യർത്ഥനകളെ ഞാൻ എതിർക്കുന്നു സർ. ഞാൻ വരുന്നത് അത്യുത്തര കേരളത്തിൽ നിന്നാണ്. BJPയുടെ ശക്തി കേന്ദ്രങ്ങളായ മംഗലാപുരം, ഉടുപ്പി പ്രദേശങ്ങളോട് ചേർന്ന് കിടക്കുന്നതാണ് എൻ്റെ നിയോജക മണ്ഡലം. സംഘപരിവാർ കേരളത്തിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ സ്വന്തമാക്കാൻ ലക്ഷ്യമിടുന്ന മണ്ഡലമായ മഞ്ചേശ്വരത്തോട് പൊതുമരാമത്ത് വകുപ്പും ഭക്ഷ്യവകുപ്പും വിനോദസഞ്ചാര വകുപ്പും നീതി കാണിച്ചോ എന്ന് ബന്ധപ്പെട്ട മന്ത്രിമാർ നെഞ്ചത്ത് കൈവച്ച് ഒന്ന് ആലോചിക്കുന്നത് നന്നാകും സർ. ഒരുപാട് പ്രതിസന്ധികൾക്കിടയിലാണ് BJPയുടെ സംസ്ഥാന അധ്യക്ഷനെ തോൽപ്പിച്ച് ഈ സഭയിൽ എന്നെപ്പോലെ ഒരു സാധാരണക്കാരൻ എത്തിയത്. എന്നോട്, എൻ്റെ മണ്ഡലത്തോട് ഈ സർക്കാർ വിവേചനം കാണിക്കുന്നുവെങ്കിൽ അതിനർത്ഥം ഇടതുപക്ഷത്തിൻ്റെ BJP വിരുദ്ധ നിലപാട് കാപട്യമാണ് എന്നല്ല സർ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ കാസർഗോഡ്, മഞ്ചേശ്വരം മണ്ഡലങ്ങൾ BJPയോട് പടപൊരുതിക്കൊണ്ടാണ് ഈ സഭയിൽ UDF സ്ഥാനാർത്ഥികൾ വിജയിച്ച് എത്തിയിട്ടുള്ളത്. കർണാടകയിൽ RSS നേതാക്കളും BJP മന്ത്രിമാരും തമ്പടിച്ച് പണമൊടുക്കിയിട്ടും എന്നെപ്പോലെ വലിയ മേൽച്ചാർത്തുകളൊന്നുമില്ലാത്ത ഒരാളെ തോൽപ്പിക്കാൻ മഞ്ചേശ്വരത്തെ നല്ല മനുഷ്യർ തയ്യാറായില്ലെങ്കിൽ അവരെ ചേർത്ത് പിടിക്കേണ്ട ഉത്തരവാദിത്വം RSSനെ എതിർക്കുന്നു എന്ന് അവകാശപ്പെടുന്ന CPM നേതൃത്വം നൽകുന്ന ഈ സർക്കാരിനില്ലേ സർ? LDF സർക്കാർ മഞ്ചേശ്വരത്തെ അവഗണിച്ചാൽ അതെൻ്റെ വ്യക്തിപരമായ പരാജയമാണെന്നാകും BJP പ്രചരിപ്പിക്കുക. അതിലൂടെ നേട്ടം ഇടതുപക്ഷത്തിന് ലഭിക്കുമെങ്കിൽ എനിക്ക് സങ്കടമില്ല. പക്ഷെ അതിൻ്റെ എല്ലാ നേട്ടവും അടിച്ചെടുക്കാൻ പോകുന്നത് BJPയാണ് സർ. BJPയുടെ നിയമസഭയിലെ അക്കൗണ്ട് കേരളം പൂട്ടി. എന്നാൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആ പൂട്ടിയതിൻ്റെ പലിശയും കൂട്ടുപലിശയും ചേർത്ത് കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനമായ തൃശ്ശൂരിൽ BJP അക്കൗണ്ട് തുറന്നു. ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി മൂന്നാം മോദി സർക്കാരിനെ താഴെയിറക്കാൻ ശ്രമിക്കുന്നവരാണ് UDFും LDFും. പാലക്കാട് അസംബ്ലി മണ്ഡലത്തിൽ BJPയെ തോൽപ്പിക്കാൻ മൂന്നാം സ്ഥാനക്കാരായ LDF UDFിന് നിരുപാധികം പിന്തുണ പ്രഖ്യാപിക്കണം സർ. അല്ലെങ്കിൽ നിങ്ങളുടെ സംഘപരിവാർ വിരുദ്ധത വെറും വാചകമടിയാണെന്ന് കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയും സർ. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDF തോറ്റത് ന്യൂനപക്ഷ വോട്ടുകൾ നഷ്ടപ്പെട്ടത് കൊണ്ടാണെന്നും അമിതമായ മുസ്ലിം പ്രീണനം നടത്തിയതാണ് അതിന് കാരണമെന്നും ചില കേന്ദ്രങ്ങൾ ബോധപൂർവം പ്രചരിപ്പിക്കുന്നുണ്ട് സർ. വടകരയിൽ ശൈലജ ടീച്ചറുടെ പരാജയം പോലും മുസ്ലിം വോട്ടുകൾ ലഭിക്കാത്തത് കൊണ്ടാണ് എന്ന് ചില ഇടതുപക്ഷത്തിലെ ആളുകൾ വിശ്വസിക്കുന്നുണ്ട് സർ. വടകരയിൽ മുസ്ലിമീങ്ങൾ 37%, 63% മറ്റു മതസ്ഥരാണ്. എന്നിട്ടും അവിടെ ഷാഫി പറമ്പിൽ 1 ലക്ഷത്തിലധികം വോട്ടിന് ജയിച്ചെങ്കിൽ അത് നൽകുന്ന വ്യക്തമായ സൂചന 63% നിന്നും ഗണ്യമായ വോട്ടുകൾ ഷാഫിക്ക് കിട്ടിയെന്നാണ്. മുസ്ലിങ്ങൾ സമുദായം പേരും നോക്കി വോട്ട് ചെയ്യുന്നവരല്ല സർ. അങ്ങനെ ആയിരുന്നുവെങ്കിൽ വടകര മണ്ഡലത്തെക്കാൾ കൂടുതൽ മുസ്ലിങ്ങളെ കോഴിക്കോട് പാർലമെന്റ് മണ്ഡലത്തിൽ അവർ എളമരം കരീമിനെ അല്ലേ ജയിപ്പിക്കേണ്ടിയിരുന്നത്? എന്നാൽ അവർ രാഘവേട്ടനെയല്ലേ ജയിപ്പിച്ചത്? അതും 1.5 ലക്ഷത്തിലധികം വോട്ടുകൾക്ക്. നിങ്ങളുടേതെന്നും BJPയുടേതെന്നും കരുതുന്ന വോട്ടുകൾ ഇക്കുറി BJPക്കാണ് പോയത്. ആലപ്പുഴയിലെ LDF സ്ഥാനാർത്ഥി AM ആരിഫ് തന്നെ അത് തുറന്നു പറഞ്ഞില്ലേ? പുന്നപ്രയും വയലാറും ഉൾക്കൊള്ളുന്ന ആലപ്പുഴയിൽ ഒരു ഘട്ടത്തിൽ ശോഭാ സുരേന്ദ്രൻ 1ാം സ്ഥാനത്തെത്തിയത് ഞെട്ടലോടെയല്ലേ സർ കേരളം കേട്ടത്? LDFും BJPയും തമ്മിലുള്ള വോട്ട് വ്യത്യാസം ഏതാനും ആയിരങ്ങളുടേത് മാത്രമാണ് സർ. സ്വന്തം നയവൈകല്യങ്ങൾ കൊണ്ട് LDF തോറ്റതിന് ന്യൂനപക്ഷങ്ങളെ കുറ്റപ്പെടുത്തുന്നത് എന്തിനാണ് സർ? LDFനെതിരെ പരസ്യമായി നിലപാടെടുത്ത SNDP നേതാവ് വെള്ളാപ്പള്ളി നടേശനെതിരെ ഒരക്ഷരം പറയാൻ എന്തേ ആരും ധൈര്യം കാണിക്കാത്തത്? അദ്ദേഹത്തിന്റെ ഭാര്യയല്ലേ ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രന് വേണ്ടി പരസ്യമായി രംഗത്ത് വന്നത്? സാക്ഷാൽ വെള്ളാപ്പള്ളിയല്ലേ പറഞ്ഞത് ഒരു ഈഴവ ഭൂരിപക്ഷ മണ്ഡലമായ ആലപ്പുഴയിൽ ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയെ നിർത്താൻ പാടില്ലായിരുന്നു എന്ന്? എന്തേ സർ അതിന് ഇടതുപക്ഷ നേതാക്കന്മാർ ആരും പ്രതികരിക്കാതിരുന്നത്? വെള്ളാപ്പള്ളിയുടെ മകൻ തുഷാർ വെള്ളാപ്പള്ളി കോട്ടയത്ത് BJP പിന്തുണയോടെ മത്സരിച്ചില്ലേ? മഹത്തായ SNDP പ്രസ്ഥാനത്തെ BDJS എന്ന പാർട്ടി വഴി BJPയിൽ എത്തിക്കാനുള്ള കുതന്ത്രമാണ് വെള്ളാപ്പള്ളിയും കുടുംബവും നടത്തുന്നത്. അത് LDF തിരിച്ചറിഞ്ഞില്ലെങ്കിൽ വലിയ പരാജയമാകും നിങ്ങൾക്ക് സംഭവിക്കുക. സർ, രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ 3 പേർ ഇന്ന് തെരഞ്ഞെടുക്കപ്പെട്ടു. ഞാൻ ഈ സന്ദർഭത്തിൽ അവരെ അഭിനന്ദിക്കുകയാണ് സർ. ആ 3 പേരെയും മതം പറഞ്ഞല്ലേ വെള്ളാപ്പള്ളി വിമർശിച്ചത്?
അതിനെതിരെയും ആരും ഒന്നും പറയുന്നത് കേട്ടില്ല. മുസ്ലിങ്ങൾക്ക് എന്തൊക്കെ അഭിഹിതമായി കിട്ടുന്നു എന്നാണ് വെള്ളാപ്പള്ളി പറഞ്ഞു നടക്കുന്നത്. യോഗ്യത കൊണ്ട് മുസ്ലിങ്ങൾ PSC മുഖേനയും KS സിവിൽ സർവീസ് പരീക്ഷകൾ മുഖേനയും നേടിയതല്ലാതെ മറ്റെന്താണ് സർ അവിഹിതമായി നേടിയത് എന്ന് വെളിപ്പെടുത്തേണ്ട ബാധ്യത വെള്ളാപ്പള്ളി നടേശനില്ലേ സർ? സർക്കാർ നേരിട്ട് നിയമിക്കുന്ന ബോർഡുകളും കോർപ്പറേഷനുകളും എടുക്കൂ. എത്ര ചെയർമാൻമാരെയും ഡയറക്ടർമാരെയും മുസ്ലിം സമുദായത്തിൽ പെടുന്നവരുണ്ട്? സർക്കാർ നിയമിക്കുന്ന ഗവൺമെന്റ് ഫീഡർമാരെ എടുക്കൂ. അതിൽ എത്ര മുസ്ലിമീങ്ങളുണ്ട്? പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ചെയർമാൻമാരെയും MDമാരെയും ജനറൽ മാനേജർമാരെയും ഡയറക്ടർമാരെയും എടുക്കൂ. അവരിൽ എത്ര മുസ്ലിമീങ്ങളുണ്ട്? സർക്കാരിന്റെ ശുപാർശയിൽ നിയമിക്കപ്പെടുന്ന യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർമാരിലും രജിസ്ട്രാർമാരിലും ഫിനാൻസ് ഓഫീസർമാരിലും ഒരൊറ്റ മുസ്ലിം പേരുള്ള ആൾ പോലും ഇല്ലെന്നതല്ലേ സത്യം സർ? 17 സർവകലാശാലകളിൽ 2 മാത്രമാണ് മുസ്ലിമീങ്ങൾ PVCമാരുള്ളത്. സർക്കാർ ഡെപ്യൂട്ടേഷൻ വഴി നിയമിക്കുന്ന 100 കണക്കിന് തസ്തികകളുണ്ട്. അതിൽ എത്രയെണ്ണം മുസ്ലിം സമുദായത്തിൽപ്പെടുന്നവർക്ക് കൊടുത്തിട്ടുണ്ട് സർ? മന്ത്രിമാരുടെ സ്റ്റാഫിൽ സാമുദായിക പ്രാതിനിധ്യം ആനുപാതികമായി പാലിക്കാൻ കഴിയാത്ത സർക്കാർ എന്ത് മുസ്ലിം പ്രീണനം നടത്തുന്നു എന്നാണ് വെള്ളാപ്പള്ളിയും സുരേന്ദ്രനും BJPയും പറയുന്നത്. സർ, തൊഴിൽ മേഖലയിലുള്ള സാമുദായിക പ്രാതിനിധ്യം ജാതി തിരിച്ച് ഒരു ധവളപത്രം ഈ ഗവൺമെന്റ് പുറത്തിറക്കണം. പച്ചക്ക് വർഗീയത പറയുന്ന വെള്ളാപ്പള്ളിയെ ചെയർമാൻ സ്ഥാനത്ത് വെച്ച് കേരളത്തിൽ എങ്ങനെ നവോത്ഥാന സമിതി മുന്നോട്ട് കൊണ്ടുപോകും സർ? മതവർഗീയവാദിയായ സുഗതനെ അംഗമാക്കി നവോത്ഥാന സമിതി എങ്ങനെയാണ് പ്രവർത്തിക്കുക? ഇത്തരക്കാരെ സ്ഥാനത്ത് നീക്കം ചെയ്യുമോ? നവോത്ഥാന സമിതിയുടെ പ്രവർത്തനം മരവിപ്പിക്കെങ്കിലും ചെയ്യണം സർ. ജാതി സെൻസസ് എടുത്ത് ഓരോ തസ്തികകളും ആര് കൈകാര്യം ചെയ്യുന്നെന്ന് ജനങ്ങളോട് തുറന്നു പറയാൻ സർക്കാർ തയ്യാറാകണം സർ. അതല്ലെങ്കിൽ വലിയ തെറ്റിദ്ധാരണ വിവിധ മത സാമുദായിക ജാതി വിഭാഗങ്ങൾക്കിടയിൽ ശക്തിപ്പെടും. അത് തുടർന്നാൽ അധികം വൈകാതെ കേരളം ഒരു ഉത്തരേന്ത്യൻ സംസ്ഥാനമായി മാറും സർ. സത്യത്തിൽ എല്ലാ വിഭാഗം ജനങ്ങളും ഈ സർക്കാരിനെതിരാണ്. 30 കൊല്ലം നികുതി കൂട്ടിയില്ല എന്ന പേരും പറഞ്ഞ് തദ്ദേശ സ്ഥാപനങ്ങൾ നിങ്ങൾ കൂട്ടിയ നികുതി എത്രയധികം ഇരട്ടിയാണ് സർ? വീട് നിർമ്മിക്കാനും കെട്ടിടം ഉണ്ടാക്കാനും പെൻഷൻ ഫീസ് അടച്ച വരറ്റ സഖാവും നിങ്ങൾക്ക് വോട്ട് ചെയ്തിട്ടുണ്ടാവില്ല. 4 സെന്റും 5 സെന്റും ഭൂമിയുള്ളവർ തരം മാറ്റത്തിന് അപേക്ഷ കൊടുത്ത് എത്രയോ വർഷങ്ങളായി കാത്തിരിക്കുകയാണ്. ലൈഫ് ഭവന പദ്ധതിയിൽ പോലും വീട് കിട്ടിയവർക്ക് തരം മാറ്റം നടക്കാത്തത് കൊണ്ട് വീട് വെക്കാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ വിഷമിക്കുന്ന ഒരാളും നിങ്ങൾക്ക് വോട്ട് ചെയ്തിട്ടില്ല. ക്ഷേമ പെൻഷൻ കിട്ടുമെന്ന പ്രതീക്ഷയിൽ ഓരോ മാസവും കണക്ക് കൂട്ടിയിരിക്കുന്ന പാവങ്ങളുണ്ട്. അവർക്ക് 4 മാസത്തെ കുടിശ്ശിക ഇനിയും കൊടുത്തു തീർക്കാനില്ലേ സർ? പെൻഷൻ മാസാമാസം കിട്ടാത്ത ആരും നിങ്ങൾക്ക് വോട്ട് ചെയ്തിട്ടില്ല സർ. കോൺട്രാക്ടർമാർക്ക് പൂർത്തിയാക്കിയ പ്രവൃത്തികൾക്ക് പോലും പണം നൽകിയിട്ടില്ല. അവരെല്ലാം UDFനാണ് വോട്ട് ചെയ്തത്. പോലീസിന്റെ ഏകപക്ഷീയ പെരുമാറ്റം ജനങ്ങളെ ഇടതുപക്ഷത്തിനെതിരെ തിരിച്ചിട്ടുണ്ട്. ഈരാറ്റുപേട്ടയിൽ ഉണ്ടായ ഒരു ചെറിയ സംഭവത്തിൽ +2 പഠിക്കുന്ന എത്ര കുട്ടികളെയാണ് സർ നിങ്ങളുടെ സർക്കാർ ജയിലിൽ അടച്ചത്? അതിന് മുഖ്യമന്ത്രി ന്യായീകരിച്ചത് കേട്ടപ്പോൾ അത്ഭുതം നിൻസോർ. ആലപ്പുഴയിലെ 2 കൊലപാതകങ്ങളിൽ നിങ്ങളുടെ പോലീസിന്റെ നില